ഹായ് ഹലോ എല്ലാവർക്കും എൻട്രി ആപ്പിലെ മറ്റൊരു SAP ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മൾ എങ്ങനെയാണ് കമ്പനി ക്രിയേഷൻ അതേപോലെ കമ്പനി കോഡ് ബിസിനസ് ഏരിയ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ തിയറി പാർട്സ് നമ്മൾ ഓൾറെഡി നോക്കിയല്ലേ. സോ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അത് പ്രാക്ടിക്കൽസ് ചെയ്ത് നോക്കാം. SAP സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ എങ്ങനെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാം, കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാം, അതെങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ ബിസിനസ് ഏരിയ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ഓരോ എറേഴ്സ് എങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ടോപ്പിക്സ് ഇതെല്ലാമാണ്. സോ ഇതെല്ലാം എന്താണെന്നുള്ളതിൻ്റെ തിയറി പാർട്സ് നമ്മൾ എങ്ങനെയാണെന്നുള്ളത് കണ്ടു അല്ലേ. സോ ഇനി നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കൽസ് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ SAP സോഫ്റ്റ്വെയർ യൂസർ ഐഡിയും ക്ലയൻറ്റ് നമ്പറും പാസ്വേഡും കൊടുത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും പേഴ്സണലായിട്ട് ഓരോ യൂസർ ഐഡിയും പാസ്വേഡും ഉണ്ടാകും അല്ലേ. സോ അത് വെച്ചിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന പേജാണ് ഇതാണ് SAPയുടെ മെയിൻ ആയിട്ടുള്ള ഹോം പേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ എവിടെ നിന്നായിരിക്കും ഓരോ പേജിലേക്ക് പോകുന്നതും നമുക്ക് എപ്പോൾ SAP ഓപ്പൺ ചെയ്താലും നമുക്ക് വരുന്ന പേജ് ഈ ഒരു വിൻഡോ ആയിരിക്കും. സോ നമുക്ക് ഇവിടെ നിന്ന് ഏതൊക്കെ പേജിലേക്ക് വേണമെങ്കിലും പോവാം. കമ്പനി ക്രിയേഷൻ, കമ്പനി കോഡ്, ബിസിനസ് ഏരിയ, ലെഡ്ജർ ക്രിയേഷൻ, ട്രാൻസാക്ഷൻ, ഈ ഒരു പേജിൽ നിന്ന് നമുക്കിങ്ങനെ ഓരോ പേജിലേക്ക് പോകാൻ സാധിക്കും. സോ അതുപോലെ തന്നെ നമുക്ക് രണ്ട് ടൈപ്പിൽ നമുക്കിതിൽ പോകാനും സാധിക്കും. ഒരെണ്ണം T കോഡ് യൂസ് ചെയ്തും നമുക്ക് പോകാൻ പറ്റും. അതുപോലെ തന്നെ പാത്ത് യൂസ് ചെയ്തെന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ സ്റ്റെപ്പ് ഓപ്പൺ ചെയ്ത്, അതായത് എൻ്റർപ്രൈസ് സ്ട്രക്ചർ ഓപ്പൺ ചെയ്യുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കമ്പനി കോഡ് ക്രിയേഷൻ, അങ്ങനെ ഓരോ സ്റ്റെപ്പ് വെച്ച് ഓപ്പൺ ചെയ്ത് പോകാനും പറ്റും. അതുപോലെ തന്നെ T കോഡ് യൂസ് ചെയ്ത് നമുക്ക് പോകാനും പറ്റും. T കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ പേജിലേക്ക് പോകുവാനായിട്ടും ഓരോ T കോഡ്സ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ബോക്സ് എന്ന് പറയുന്നത്. സോ ഈ ബോക്സിൽ നമുക്ക് ഏത് പേജിലേക്കാണോ പോകേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്ന പേജിലേക്കാണ് പോകേണ്ടതെങ്കിൽ അതിൻ്റെ T കോഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏതാ? OX15 എന്നുള്ളതാണ്. സോ ആ OX15 ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ടിക്ക് കൊടുത്താലോ അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർ കൊടുത്താലോ നമുക്ക് ആ ഒരു പേജിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, സോ ആ ഒരു T കോഡ് യൂസ് ചെയ്ത് നമുക്ക് കമ്പനി ക്രിയേഷൻ്റെ പേജിലേക്ക് പോകാം, പാത്ത് യൂസ് ചെയ്തും പോകാം. സോ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എങ്ങനെയാണ് രണ്ടും യൂസ് ചെയ്ത് ചെയ്യണമെന്നുള്ളത് കാണിക്കാം. സോ ഇവിടെ ഫസ്റ്റ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് പാത്ത് യൂസ് ചെയ്ത് എങ്ങനെയാണ് SAP സോഫ്റ്റ്വെയറിൽ കമ്പനി ക്രിയേഷൻ. നമുക്കറിയാം ഫസ്റ്റ് തന്നെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ SAPയിൽ ഫസ്റ്റ് തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് കമ്പനി ക്രിയേഷൻ. നമ്മുടെ പേരിൽ നമ്മുടെ കമ്പനി ആദ്യം തന്നെ SAPയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ അണ്ടറിലായിട്ട് കമ്പനി കോഡും ബിസിനസ് ഏരിയ പിന്നെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്ത് ട്രാൻസാക്ഷനും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്നത്. സോ നമ്മൾ ഫിനാൻസിൽ മെയിനായിട്ട് പഠിക്കുന്നത് എന്താണ്? ഫിനാൻസിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഒരു സംഭവമാണ് റിപ്പോർട്ടിങ്. നമ്മുടെ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ബാലൻസ് ഷീറ്റും ട്രയൽ ബാലൻസ് എല്ലാം ഓപ്പൺ ചെയ്ത് നമ്മുടെ കമ്പനിയുടെ എക്സാക്റ്റ് പൊസിഷൻ, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതൊക്കെ അറിയാം. സോ ഫസ്റ്റ് തന്നെ നമ്മളവിടെ എന്ത് ചെയ്ത് കൊടുക്കണം, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ആ കമ്പനിയുടെ ഉള്ളിലായിരിക്കും നമ്മളെല്ലാം ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ അല്ലേ. സോ ഇവിടെ ഞാൻ കമ്പനി ക്രിയേഷനാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അതിനുവേണ്ടി ഞാനിവിടെ എൻ്റെ SAP സോഫ്റ്റ്വെയർ യൂസർ ഐഡിയും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. സോ ഇനി ഫസ്റ്റ് തന്നെ നമുക്ക് പാത്ത് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഒരു കമ്പനി ക്രിയേഷൻ ബൈ യൂസിങ് പാത്ത്. ഓക്കെ, സോ അത് പാത്ത് യൂസ് ചെയ്ത് ചെയ്യാനായിട്ടുള്ള T കോഡ് SPRO എന്ന് പറയുന്ന ഒരു T കോഡാണ്. ഈ SPROയിൽ SAP റെഫറൻസ് IMG എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാം. SAP റെഫറൻസ് IMG എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്റ്റെപ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഓരോന്നിലും നമുക്ക് ഓരോന്ന് സെയിൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ലോജിസ്റ്റിക്സ് എക്സിക്യൂഷൻ, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, അങ്ങനെ ഓരോ സ്റ്റെപ്സും നമുക്കിവിടെ കാണാൻ പറ്റും. സോ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏതാ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എൻ്റർപ്രൈസ് സ്ട്രക്ചർ എന്ന് പറയുന്നതിൻ്റെ ഉള്ളിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ അതിന് വേണ്ടിയിട്ട് സോ ഞാൻ ഇവിടെ SPRO എന്ന് പറയുന്ന T കോഡ് ഓപ്പൺ ചെയ്ത് എൻ്റർ അടിച്ച് അവിടെ SAP റെഫറൻസ് IMG ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു പേജ് വന്നു. ഇവിടെ എൻ്റർപ്രൈസ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇവിടെ ഈ ആരോ മാർക്കിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അണ്ടറിലുള്ള ഓരോന്ന് എനിക്ക് അവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിൽ എൻ്റർപ്രൈസ് സ്ട്രക്ചറിൽ നെക്സ്റ്റ് ഓപ്പൺ ചെയ്യുന്നത് ഏതാ? ഡെഫിനിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ്. ഓക്കെ, ദെൻ അതിലാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഓപ്പൺ ചെയ്യുക. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഡിഫൈൻ കമ്പനി, ഡിഫൈൻ ക്രെഡിറ്റ് കൺട്രോൾ ഏരിയ, പിന്നെ ഡിഫൈൻ ബിസിനസ് ഏരിയ, ഇങ്ങനെ ഓരോന്ന് നമുക്കിവിടെ ഓപ്ഷൻസ് കാണാൻ പറ്റും. സോ ഇങ്ങനെ ഓരോ പാത്ത് യൂസ് ചെയ്ത് നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓപ്പൺ ചെയ്ത് വന്നാലും നമുക്ക് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ വെച്ച് എക്സിക്യൂട്ട് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ, ഈ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നം പോലെ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, കമ്പനി ക്രിയേഷൻ്റെ പേജിലേക്ക് നമുക്കത് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, സോ ഇതാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പേജ്. ഇവിടെ ഓൾറെഡി കുറേ പേര് കമ്പനീസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. സോ നമുക്കിവിടെ പുതിയതായിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ എൻട്രീസ് കൊടുത്താൽ നമുക്ക് പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. സോ ഞാനിവിടെ പാത്ത് യൂസ് ചെയ്താണ് ചെയ്തത്.
ഇനി ഇതെങ്ങനെ T കോഡ് യൂസ് ചെയ്ത് നമുക്ക് കമ്പനി ക്രിയേഷൻ പോസിബിൾ ആകും എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ മെയിൻ പേജിലേക്ക് തന്നെ തിരിച്ചു വരുവാണ്. മെയിൻ പേജിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമുക്ക് /n എന്ന് പറയുന്ന കോഡ് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ പേജിലേക്ക് തിരിച്ചു വരും. അതായത് SAPയുടെ ഈസി ആക്സസ് വിൻഡോയിലേക്ക് നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ട് വരും. സോ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാത്ത് യൂസ് ചെയ്ത്, അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓപ്പൺ ചെയ്തല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ കമ്പനി ക്രിയേഷൻ്റെ പേജിലേക്ക് പോകാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് കമ്പനി ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു T കോഡാണ് OX15. ഓക്കെ, എല്ലാവരും നോട്ട് എഴുതി വെക്കുക. OX15 ആണ് എന്ത്, കമ്പനി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കോഡ്. ഓക്കെ, സോ ഈ ഒരു കോഡ് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ കൊടുത്താൽ നേരെ കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് വരും. സോ നമ്മൾ നേരത്തെ ചെയ്ത പോലെ പാത്ത് യൂസ് ചെയ്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് പകരം എന്ത് യൂസ് ചെയ്യാം, ഈ T കോഡിൽ ട്രാൻസാക്ഷൻ ബോക്സിൽ നമുക്ക് T കോഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓരോ പേജിനും ഓരോ T കോഡ്സ് ഉണ്ട്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജിലേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. ഓക്കെ അല്ലേ? സോ കമ്പനി ക്രിയേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു പേജ് T കോഡാണ് എന്ത്, /n OX15. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ഓരോ T കോഡ്സിൻ്റെ മുമ്പിൽ /n എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതെപ്പോഴൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ മെയിൻ പേജിൽ വെച്ചാണ് ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് /n യൂസ് ചെയ്യേണ്ട. ഇപ്പോൾ എനിക്ക് OX15 എന്ന് പറയുന്ന ഈ ഒരു T കോഡ് എനിക്ക് മെയിൻ പേജിൽ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ കമ്പനി ക്രിയേഷൻ്റെ പേജിലേക്ക് പോകും. പക്ഷേ ഞാൻ വേറൊരു പേജിൽ നിന്ന്, ഇപ്പോൾ ഞാൻ വേറൊരു പേജ് ഓപ്പൺ ചെയ്ത് വെച്ചേക്കുക, ഈ ഒരു പേജിൽ നിന്ന് എനിക്ക് കമ്പനി ക്രിയേഷൻ്റെ പേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്ത് യൂസ് ചെയ്യണം, T കോഡിന് മുമ്പായിട്ട് /n, ട്രാൻസാക്ഷൻ ബോക്സിലാണ്, ട്രാൻസാക്ഷൻ ബോക്സിൽ /n OX15 എന്ന് പറയുന്ന ആ ഒരു T കോഡ്, ഇവിടെ OX15ൻ്റെ മുമ്പിൽ /n എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഒരു പേജ് നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചേക്കുകയാണെങ്കിൽ ആ ഒരു പേജിൽ നിന്ന് വേറൊരു പേജിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, /n എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ OX15 എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പേജിൽ നിന്ന് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അവിടെ അത് സ്റ്റക്ക് ചെയ്യുക, ആ ഒരു പേജിൽ തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യിപ്പിക്കും. കണ്ടോ? സോ എനിക്ക് അവിടെ ഒരു പേജിൽ നിന്നും വേറൊരു പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ OX15ൻ്റെ മുമ്പിൽ /n എപ്പോഴും യൂസ് ചെയ്യണം. അതിപ്പോൾ കമ്പനി ക്രിയേഷനോ കമ്പനി കോഡ് ക്രിയേഷനോ ബിസിനസ് ഏരിയ ക്രിയേഷനോ എന്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും ഓൾറെഡി നമ്മളൊരു പേജിൽ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നും വേറൊരു പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏത് യൂസ് ചെയ്യണം, ഞാനിപ്പോൾ പറഞ്ഞ പോലെ /n എന്ന് പറയുന്ന ആ ഒരു T കോഡിൻ്റെ മുമ്പിൽ എപ്പോഴും യൂസ് ചെയ്യണം. എന്ത്, /n. ഓക്കെ അല്ലേ? സോ /n യൂസ് ചെയ്ത് ഞാൻ കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് വന്നു. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ കമ്പനി ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് വന്നു. സോ ഞാനിവിടെ എൻ്റെ പേരിൽ ഒരു പുതിയ കമ്പനി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുക. ഓക്കെ, നിങ്ങളുടെ പേരിൽ നിങ്ങൾക്കൊരു കമ്പനി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. സോ ആ ഒരു കമ്പനിയുടെ ഉള്ളിലായിരിക്കും നമ്മൾ ഇനി മുതൽ ട്രാൻസാക്ഷൻസ് എല്ലാം ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ എൻ്റെ പേരിൽ ഇപ്പോൾ എൻട്രി എന്ന് പറയുന്ന പേരിൽ ഞാൻ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് എൻട്രിയിൽ വരുന്ന ഓരോ ട്രാൻസാക്ഷൻസും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കാണിച്ചു തരും. അതുപോലെ തന്നെ നിങ്ങളും ഇത് ഫസ്റ്റ് തന്നെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള ലെഡ്ജേഴ്സ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ദെൻ നമ്മളവിടെ ട്രാൻസാക്ഷൻസ് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. സോ ഫസ്റ്റ് തന്നെ അവിടെ എന്ത് വേണം, കമ്പനി വേണം, കമ്പനി ക്രിയേറ്റ് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ ഏത് ക്ലിക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഫസ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ന്യൂ എൻട്രീസ് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ആ ന്യൂ എൻട്രീസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. കമ്പനിയുടെ നെയിം, കമ്പനിയുടെ ഷോർട്ടായിട്ടുള്ള നെയിം, കമ്പനിയുടെ ഫുൾ നെയിം, കമ്പനിക്ക് വേറെ എന്തെങ്കിലും സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം, പിന്നെ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, ഞാനിവിടെ എൻട്രി എന്നും പറഞ്ഞ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോവാം. കമ്പനി ഷോർട്ട് നെയിമിൻ്റെ അവിടെ എൻട്രി എന്ന് കൊടുത്തു. ഇവിടെ നമുക്ക് 5 to 6 ഡിജിറ്റ് വരെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അവിടെ ഷോർട്ട് നെയിം ആയിട്ട് എന്തെങ്കിലും കൊടുക്കാം. ദെൻ കമ്പനി നെയിമിൻ്റെ അവിടെ എൻട്രി HQ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ, കമ്പനിയുടെ ഫുൾ നെയിം ആയിട്ടുള്ള പേരും അവിടെ കൊടുക്കുക. കമ്പനിക്ക് എന്തെങ്കിലും സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. എൻ്റെ കമ്പനിക്ക് ഇപ്പോൾ സെക്കൻഡ് നെയിം ഒന്നുമില്ല, സോ ഞാനവിടെ സെക്കൻഡ് നെയിം കൊടുക്കുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ എൻട്രി ആപ്പ് എന്നും പറഞ്ഞ് സെക്കൻഡ് നെയിമുമായിട്ട് കൊടുത്തെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അത് ഓപ്ഷണലാണ്. ഓക്കെ, ദെൻ അവിടെ സ്ട്രീറ്റ്, പോസ്റ്റൽ ബോക്സ്, പോസ്റ്റൽ കോഡ്, സിറ്റി, കൺട്രി, അങ്ങനത്തെ ഉള്ള ഡീറ്റെയിൽസ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. സോ അവിടെ ഡീറ്റെയിൽസും ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പോവാണ്. സ്ട്രീറ്റ് എറണാകുളം, പോസ്റ്റൽ ബോക്സ് ഞാൻ എറണാകുളം എന്ന് തന്നെ കൊടുത്തു. പോസ്റ്റൽ കോഡ്, പിൻ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ഇപ്പോൾ 6 ഡിജിറ്റ് കോഡ് കൊടുത്തു. സിറ്റിയും ഞാൻ എറണാകുളം തന്നെ കൊടുത്തു. കൺട്രിയുടെ അവിടെ നമുക്കറിയാം ഇന്ത്യ ആണ് അല്ലേ. സോ ഇന്ത്യനെ നമ്മൾ SAPയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ് ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട, IN. ഓക്കെ, IN എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്കവിടെ ഇന്ത്യ എന്നുള്ള ഓപ്ഷൻ വരും, അത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി.
ദെൻ ലാംഗ്വേജ് കീ EN, നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യണ കാരണം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജുമാണ് നമ്മുടെ കമ്പനി യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഏത് കൊടുക്കാം, ലാംഗ്വേജ് കീൻ്റെ അവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെർച്ച് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്കറിയാം ഇംഗ്ലീഷ് മാത്രമല്ല SAPയിൽ യൂസ് ചെയ്യുന്നത്, നമുക്ക് 180+ ലാംഗ്വേജസ് നമുക്ക് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് ഏത് ലാംഗ്വേജ് ആണോ വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. സോ അതുപോലെ തന്നെ കറൻസിയാണ് നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത്. സോ കറൻസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് തന്നെ കൺട്രി ഇന്ത്യ കൊടുത്തത് കൊണ്ട് തന്നെ നമ്മൾ കൊടുക്കേണ്ട കറൻസി ഏതാണ്, ഇന്ത്യൻ റുപ്പിയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ ഞാനിവിടെ INR ഇവിടെ കാണാം INR ഇന്ത്യൻ റുപ്പി എന്നുള്ള ഓപ്ഷൻ ഞാനവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ അല്ലേ? സോ എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ്, കമ്പനി നെയിമും അഡ്രസ്സും കൺട്രി ലാംഗ്വേജ് കറൻസി ഇത്രയും ഡീറ്റെയിൽസ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് സേവ് ചെയ്യണം. നമ്മൾ എന്ത് സേവ് ചെയ്താലും അത് ക്ലൗഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. നിങ്ങളിപ്പോൾ SAP സോഫ്റ്റ്വെയർ അൺഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്താലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത കമ്പനി ഡീറ്റെയിൽസ് എല്ലാം അവിടെ തന്നെ ഉണ്ടാകും. നമ്മുടെ യൂസർ IDയും ക്ലയൻറ്റ് നമ്പറും വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡീറ്റെയിൽസ് ഒന്നും ഡിലീറ്റ് ആയി പോകത്തില്ല. സോ അത് അവിടെ തന്നെ ഉണ്ടാകും. ഓക്കെ അല്ലേ? സോ ഞാനിവിടെ ഇത് ഓരോന്ന് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഇവിടെ സേവിൻ്റെ ബോക്സ് നമുക്ക് കാണാം. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+S എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. Ctrl+S ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അവിടെ സേവ് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് ചോദിക്കും. ഓക്കെ, സോ എൻ്റെ അടുത്ത് ഇവിടെ സേവ് ചെയ്തോട്ടെ എന്നും പറഞ്ഞ് ചോദിച്ചു. സോ ഇവിടെ എനിക്ക് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ എന്തിൻ്റെ പേരിലാണോ സേവ് ചെയ്യേണ്ടത്, അതായത് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഒരു ടേബിളിലേക്കായിരിക്കും സേവ് ആകുന്നത്. ഓക്കെ, ഞാൻ ഇനി മുതൽ എൻ്റെ കമ്പനിയിലേക്ക് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു ടേബിളിലേക്കായിരിക്കും ചെയ്യുന്നത്. നമുക്കറിയാം SAP നമ്മൾ മാത്രമല്ല യൂസ് ചെയ്യുന്നത്, പല ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ടാകും. സോ നമുക്കവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ആക്കി കൊടുത്തിട്ട് ഇവിടെ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി ചെയ്യുന്നതെല്ലാം ഈ ഒരു ടേബിളിലേക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഫുൾ ബ്ലാങ്ക് ആയിരിക്കും. ഇനി നിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഫിൽ ആയിക്കോളും. സോ ഇനി നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കിവിടെ പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ പുതിയത് ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ, ക്രിയേറ്റ് റിക്വസ്റ്റ്. ഓക്കെ, സോ ഞാൻ അവിടെ ക്രിയേറ്റ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ, അതായത് എന്തിലേക്കാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത്, ഞാൻ എൻ്റെ കമ്പനിയുടെ പേരിൽ തന്നെ ഞാനൊരു ടേബിൾ അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുക. ഓക്കെ, സോ ഞാനവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എൻട്രി ആപ്പ് എന്നും പറഞ്ഞുള്ള ഒരു കമ്പനിയിലേക്കാണ് എൻ്റെ കമ്പനിയുടെ ഡീറ്റെയിൽസ് ഇനിയെല്ലാം സേവ് ചെയ്യുന്നത്. സോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് എൻട്രോ അല്ലെങ്കിൽ സേവ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, സോ ഇവിടെ ടേബിൾ നെയിം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, ഷോ ഡിസ്ക്രിപ്ഷൻ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനി അവിടെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എൻ്റർ ക്ലിക്ക് ചെയ്താൽ മതി. കീബോർഡിൽ ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണാം ഡാറ്റ വാസ് സേവ്ഡ് എന്നും പറഞ്ഞ് കാണാം. ഈ ഡാറ്റ വാസ് സേവ്ഡ് എന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എൻ്റെ കമ്പനി അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെയാണ് ഒരു കമ്പനി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇനി അടുത്തത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത് എന്താണ്, കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ എന്താണ് കമ്പനി കോഡ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, നമ്മൾ തിയറി ക്ലാസ്സിൽ ഓൾറെഡി പഠിച്ചതാണ്. സോ ഇനി നമുക്ക് കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ വാസ് സേവ്ഡ് എന്നല്ല വേറെ എന്തെങ്കിലും ഒരു എററാണ് വന്നതെങ്കിൽ ആ ഒരു എറർ എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ന്യൂ എൻട്രീസ് കൊടുത്ത് സെയിം നെയിമിൽ തന്നെ എൻട്രി എന്ന് പറയുന്ന സെയിം കമ്പനി നെയിമിൽ തന്നെ ഒരു കമ്പനി കൂടി ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇവിടെ ഞാൻ ഓൾറെഡി എൻട്രി എന്ന് പറഞ്ഞൊരു കമ്പനി സേവ് ചെയ്തു. ഇനി ഞാൻ എഗെയിൻ ഒരു പേരും കൂടിയും ഈ എൻട്രി എന്ന് വെച്ച് സേവ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവിടെ എറർ വരും. എന്താ, ആൻഡ് എൻട്രി ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദ സെയിം കീ. അതിൻ്റെ മീനിങ് എന്താ, ഈ എൻട്രി എന്ന് പറയുന്ന ഈ ഒരു റെഡ് കളറിൽ എറർ വന്നേക്കുന്ന ആ ഒരു ഐറ്റം ഓൾറെഡി വേറെ ആരോ അല്ലെങ്കിൽ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അത് എക്സിസ്റ്റ് ആണ് അല്ലേ. സോ എൻട്രി എന്ന് പറയുന്ന ഒരു പേരിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ എന്ത് മനസ്സിലായി, ഓൾറെഡി ഒരാൾ ഒരു കമ്പനിയുടെ നെയിമിൽ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് പിന്നെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ നേരത്തെ ഓൾറെഡി എൻട്രി എന്നും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്താൽ എനിക്കത് പിന്നെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, പുതിയ നെയിം കൊടുക്കണം. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എറർ വരുവാണെങ്കിൽ നിങ്ങൾ അവിടെ ഈ ഫസ്റ്റത്തെ നെയിം മാത്രം ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. അത് ഓൾറെഡി വേറെ ആരോ ക്രിയേറ്റ് ആയത് കൊണ്ടാണ് ആ ഒരു എറർ വന്നത്. അതിപ്പോൾ ഈ ഒരു പേജിലായാലും കമ്പനി കോഡ് ക്രിയേഷൻ്റെ പേജിലായാലും ബിസിനസ് ഏരിയയുടെ പേജിലായാലും ഏത് സ്റ്റെപ്പിലും നിങ്ങൾക്ക് ആൻഡ് എൻട്രി ഓൾറെഡി എക്സിസ്റ്റ് വിത്ത് ദ സെയിം കീ എന്ന് പറഞ്ഞ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ജസ്റ്റ് ആ നെയിം ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കുക. ഇപ്പോൾ എൻട്രി എന്നുള്ളതല്ലേ, ഞാനിപ്പോൾ എൻട്രി 7 ആക്കി കൊടുത്തു, കണ്ടോ, നെയിം ഒന്ന് ജസ്റ്റ് ഞാൻ ചേഞ്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് എൻ്റർ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പോൾ ആ എറർ മാറി. ഇനി എനിക്ക് അവിടെ Ctrl+S കൊടുത്ത് സേവ് ചെയ്യാം.
അപ്പോൾ എന്തായി, ഡാറ്റ വാസ് സേവ്ഡ് എന്നും പറഞ്ഞ് വന്നു. ഓക്കെ, സോ ഇപ്പോൾ ഒരു എറർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് SAP ചെയ്യുമ്പോൾ ഇഷ്ടംപോലെ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ട് വിട്ടു പോയി കഴിഞ്ഞാൽ, സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫുൾ എററായിരിക്കും. സോ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തു വരാം. കമ്പനി കോഡ് ഇത് രണ്ടും നമ്മൾ അസൈൻ ചെയ്യുക, ബിസിനസ് ഏരിയ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഫസ്റ്റത്തെ വീഡിയോയിൽ വരുന്നത്. ഓക്കെ അല്ലേ? സോ ഇവിടെ കമ്പനി ക്രിയേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന ടോപ്പിക് ഏതാണ്? കമ്പനി കോഡ് ക്രിയേഷൻ. കമ്പനി കോഡ് എന്താണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, തിയറി ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാരണം. സോ ഇനി ഈ ഒരു പേജിൽ വെച്ച് തന്നെ എനിക്ക് കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പേജിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള T കോഡാണ് OX02 എന്ന് പറയുന്നത്. ഞാൻ ടൈപ്പ് ചെയ്ത് കാണിക്കാം. OX02 ആണ് കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള T കോഡ്. കമ്പനി ഒരു പേജിൽ വെച്ച് തന്നെ, നമുക്കറിയാം, ഒരു പേജിൽ വെച്ച് തന്നെ വേറൊരു പേജിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? T കോഡിൻ്റെ മുമ്പിൽ /n എന്ന് പറയുന്നത് യൂസ് ചെയ്യണം. ഓക്കെ, സോ ഞാനിവിടെ /n OX02 എന്ന് പറഞ്ഞു കൊടുത്തു. ജസ്റ്റ് എൻ്റർ കൊടുക്കാം. ഓക്കെ അല്ലേ? സോ ഇവിടെ കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൂ. നമുക്കറിയാം, കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പേജിലേക്ക് വന്നു. ഇവിടെ ഓരോരുത്തരും അവരുടെ കമ്പനി കോഡ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. ഓക്കെ അല്ലേ? സോ ഇനി ഇവിടെയും നമുക്ക് പുതിയൊരു കമ്പനി കോഡാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് കൊണ്ട് ഇവിടെയും എന്ത് യൂസ് ചെയ്താൽ മതി? ന്യൂ എൻട്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാനിവിടെ ന്യൂ എൻട്രീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഓരോ ഓപ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? കമ്പനി കോഡ്, കമ്പനിയുടെ നെയിം, സിറ്റി, കൺട്രി, കറൻസി, ലാംഗ്വേജ്. നേരത്തെ നമ്മൾ കമ്പനിയുടെ ഡീറ്റെയിൽസ് കൊടുത്തു. ഇനി അതിൻ്റെ അണ്ടറിൽ വരുന്ന കമ്പനി കോഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ ഞാനിവിടെ കമ്പനി കോഡായിട്ട് എൻ്റെ കമ്പനിയുടെ നെയിം എൻട്രി എന്നായിരുന്നു. ഈ കമ്പനി കോഡ് എന്ന് പറയുന്നത് നമുക്ക് 4 ഡിജിറ്റേ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 4 ഡിജിറ്റ്. സോ നിങ്ങൾക്കത് ആൽഫ ന്യൂമറിക് ആയിട്ട് കൊടുക്കാം. അതായത് എക്സാമ്പിളായിട്ട് ഞാനിവിടെ ENT1 എന്ന് എൻ്റെ കമ്പനി കോഡ് കൊടുത്തു. ഓക്കെ അല്ലേ? സോ നിങ്ങളുടെ കമ്പനി ഇപ്പോൾ ആമസോൺ എന്നാണെങ്കിൽ AMZ1 അങ്ങനെയൊക്കെ എക്സാമ്പിളായിട്ട് കൊടുക്കാം. സോ പക്ഷേ അത് വേറെ ആരും അത് യൂസ് ചെയ്തിട്ടുണ്ടാവാൻ പാടില്ല. ഉണ്ടെങ്കിൽ നേരത്തെ പോലെ നമുക്ക് അവിടെ എറർ വരും. ഓക്കെ അല്ലേ? സോ ഞാനിവിടെ എൻ്റെ കമ്പനി കോഡ് ENT1 കൊടുത്തു. എൻ്റെ കമ്പനിയുടെ നെയിം എന്തായിരുന്നു? എൻട്രി ആപ്പ് എന്നായിരുന്നു. ഓക്കെ, ദെൻ ഇവിടെ സിറ്റീൻ്റെ അവിടെ എറണാകുളം, കൺട്രി നമ്മൾ നേരത്തെ സെലക്ട് ചെയ്ത് കൊടുത്ത പോലെ തന്നെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കാം. കറൻസി INR, ദെൻ ലാംഗ്വേജിൻ്റെ അവിടെ EN മീൻസ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഇത്രയും ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് Ctrl+S കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത് പുതിയൊരു പേജ് ചോദിക്കും. ഇവിടെ നമ്മുടെ അടുത്ത് കമ്പനി കോഡിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കമ്പനിയുടെ ഫുൾ നെയിം, അതിൻ്റെ ഫുള്ളായിട്ടുള്ള അഡ്രസ്സ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ, അതായത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അങ്ങനത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മളിവിടെ ബാക്ക് പേജിൽ ജസ്റ്റ് സിറ്റി, കൺട്രി, കറൻസി, ലാംഗ്വേജ് മാത്രമല്ലേ കൊടുത്തുള്ളൂ. സോ നമുക്ക് അത് മാത്രമല്ല വരുന്നത്, നമുക്ക് ഫോൺ നമ്പർ വരുന്നുണ്ട്, ഇമെയിൽ ID വരുന്നുണ്ട്, അങ്ങനെ ഓരോ പോസ്റ്റൽ കോഡ്, അങ്ങനത്തെ ഉള്ള ഓരോ ഡീറ്റെയിൽസും നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? സോ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് മാത്രം, ഞാനിവിടെ ടൈറ്റിലിൻ്റെ അവിടെ കമ്പനി സെലക്ട് ചെയ്തു, നെയിമിൻ്റെ അവിടെ എൻട്രി ആപ്പ് സെലക്ട് ചെയ്തു, സെർച്ച് ടൈമിൻ്റെ അവിടെയും ഞാൻ എൻട്രി ആപ്പ് എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ സ്ട്രീറ്റ് എറണാകുളം, ഹൗസ് നമ്പർ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കൊടുക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പോസ്റ്റൽ കോഡ് ഞാൻ ജസ്റ്റ് ഒരു 6 ഡിജിറ്റ് കോഡ് കൊടുത്തു. സിറ്റി എറണാകുളം തന്നെ കൊടുത്തു. കൺട്രി, ദെൻ റീജിയൻ മീൻസ് നമുക്കിവിടെ സെർച്ച് ചെയ്താൽ അറിയാം, ഈ ഇന്ത്യ എന്ന് പറയുന്നതിൽ ഓരോ സ്റ്റേറ്റ്സ് ഉണ്ടല്ലേ. സോ ആ സ്റ്റേറ്റിൽ നമ്മുടെ ഏതാണോ റീജിയൻ, നമ്മുടെ കേരളയാണ്. കേരളത്തിൻ്റെ റീജിയൻ കോഡ് എത്രയാണ്? അപ്പോൾ 11 ആണല്ലേ വന്നേക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം കേരളയുടെ റീജിയണൽ കോഡിൻ്റെ എന്ന് പറയുന്നത് 11 ആയിരിക്കും. സോ നമുക്കവിടെ റീജിയൻ മീൻസ് സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ദെൻ എനിക്കിവിടെ മൊബൈൽ നമ്പറോ ഇമെയിൽ ID ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഇത്രയും കൊടുത്തിട്ട് ജസ്റ്റ് എൻ്റർ കൊടുക്കുക. എൻ്റർ കൊടുത്ത് കഴിയുമ്പോൾ ഇതാണ് സേവിൻ്റെ ബോക്സ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സേവിൻ്റെ ബോക്സ് വന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ ഫസ്റ്റത്തെ പ്രാവശ്യം മാത്രം അത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള ടൈമിലെല്ലാം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഫില്ലായിക്കോളും. എൻട്രി ആപ്പ്, മനസ്സിലായില്ലേ? സോ ഇത്രയും ഈ ഒരു ബോക്സ് വന്നിട്ട് ഇവിടെ വെച്ച് സേവ് ആയോ? ഇല്ല, ഒന്നും കൂടി എൻ്റർ കൊടുക്കുക, അല്ലെങ്കിൽ ടിക്ക് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ അവിടെ എന്തായി? ആ ഒരു ഡാറ്റയും, അതായത് ഞാൻ അവിടെ കമ്പനി കോഡും ഡാറ്റ വാസ് സേവ്ഡ് എന്നും പറഞ്ഞ് അവിടെ സേവ് ആക്കിയിട്ടുണ്ട്. സോ എൻ്റെ കമ്പനി ഏതായിരുന്നു? എൻട്രി എന്നും പറഞ്ഞായിരുന്നു. എൻ്റെ കമ്പനി കോഡ് ENT7. സോ ഞാനത് അവിടെ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഇനി ക്ലാസ് കഴിയുന്നവരെയും അല്ലെങ്കിൽ നിങ്ങൾ ഈ കമ്പനി യൂസ് ചെയ്യുന്നവരെയും നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള കോഡ്സ് ആണ്. സോ അത് മറന്നു പോകരുത് നിങ്ങൾ ഏതാ ക്രിയേറ്റ് ചെയ്തെന്നുള്ളത്. അത് നമ്മൾ ഏത് പുതിയ കോഴ്സ്, നമ്മൾ SAPയിൽ പുതിയതായിട്ട് ഓരോ കോഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോന്നിനും ഓരോ കോഴ്സ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ ഓരോന്നിനും ഓരോ കോഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? അത് നോട്ടിൽ എഴുതി വെക്കണം, നമുക്ക് പിന്നെയും യൂസ് ചെയ്യാനായിട്ടുള്ളത് കൊണ്ട്. ഓക്കെ അല്ലേ? സോ ഞാനിവിടെ എൻട്രി എന്നും പറഞ്ഞൊരു കമ്പനിയും ക്രിയേറ്റ് ആക്കി, എൻട്രി ENT7 എന്നും പറഞ്ഞൊരു കമ്പനി കോഡും ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇനി ഇത് രണ്ടും തമ്മിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പഠിച്ചു. എന്താണ് അസൈനിങ്?
എൻട്രി എന്നും പറഞ്ഞും ENT സൗണ്ട് എന്നും പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തത് ഇത് രണ്ടും സെയിം ആണ് എന്നും പറഞ്ഞ് നമ്മൾ ഒരുമിപ്പിച്ച് കൊടുക്കണം, അസൈൻ ചെയ്ത് കൊടുക്കണം. SAP സോഫ്റ്റ്വെയറിന് അറിയാൻ പാടില്ല. നമ്മൾ എവിടെയോ ചെയ്യുന്ന ഒരു കമ്പനിയും ക്രിയേറ്റ് ചെയ്തു, ഇവിടെയും വന്നൊരു ENT സൗണ്ട് എന്ന് പറഞ്ഞ ഒരു കമ്പനി കോഡും ക്രിയേറ്റ് ചെയ്തു. SAPക്ക് പേര് വെച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. നമ്മൾ തന്നെ അതെന്ത് ചെയ്ത് കൊടുക്കണം, ഇത് രണ്ടും ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും പറഞ്ഞ് എന്ത് ചെയ്ത് കൊടുക്കണം, അസൈൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? സോ ഇതെങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കാം, അതിനും നമുക്ക് ഓരോ T കോഡ് ഉണ്ട്. സോ അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള T കോഡാണ് OX16. കമ്പനി കോഡും കമ്പനിയും തമ്മിൽ, അതായത് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കമ്പനിയും കമ്പനി കോഡും നമ്മൾ അസൈൻ ചെയ്യാനായിട്ടുള്ളതാണ് OX16 എന്ന് പറയുന്ന T കോഡ്. ഓക്കെ, സോ ഞാനിവിടെ /n OX16 ഓപ്പൺ ചെയ്തു. ഓക്കെ അല്ലേ? OX16 ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോയാണ് വന്നത്. ഇവിടെ നമ്മുടെ കമ്പനി ഏതാണെന്ന് നമുക്ക് സെർച്ച് ചെയ്തെടുക്കണം. നമുക്ക് സെർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് താഴെ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. പൊസിഷൻ മീൻസ് നമുക്കിവിടെ ഇഷ്ടം പോലെ നമുക്ക് എന്തുണ്ട്, കമ്പനീസ് ഉണ്ട്. ഈ ഒരു ക്ലയൻറ്റിൽ ഓരോ സ്റ്റുഡൻസും ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഓരോ കമ്പനീസ് നമുക്കിവിടെ കാണാം. ഇവിടെ നിന്ന് നമ്മുടെ കമ്പനി വേഗം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഓക്കെ, താഴെ പൊസിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് എന്താ, കമ്പനി കോഡ് ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എൻ്റെ കമ്പനി കോഡ് ENT1 ആയിരുന്നു അല്ലേ. സോ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്ത ENT1 എൻട്രി ആപ്പ് എറണാകുളം അതവിടെ വന്നു. ഓക്കെ, സോ ENT1 എന്ന് പറയുന്നത് അതവിടെ ഫസ്റ്റ് വന്നു. സെർച്ച് ചെയ്തെടുത്തപ്പോൾ എനിക്ക് അവിടെ ഫസ്റ്റ് വന്നു. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കുന്നതിന് പകരം എനിക്ക് അവിടെ സെർച്ച് ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ട് വന്നു. ഇനി ഇവിടെയാണ് നമ്മൾ കമ്പനി ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ കമ്പനി കോഡിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഏത് കമ്പനിയാണോ അത് നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ഏതാ, എൻട്രി എന്നും പറഞ്ഞൊരു കമ്പനിയായിരുന്നു അല്ലേ. ഇവിടെ കാണാം എൻട്രി HQ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നും പറഞ്ഞു. എൻട്രി എന്ന് പറഞ്ഞൊരു കമ്പനിയും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. Entry7 എന്നും പറഞ്ഞൊരു കമ്പനിയും നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു അല്ലേ. ഇത് ഞാൻ നിങ്ങൾക്ക് എറർ വരുവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, സോ ഈ എൻട്രി എന്നുള്ളതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, Ctrl+S കൊടുത്ത് സേവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സേവിൻ്റെ ബോക്സിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതവിടെ സേവ് ആയിക്കോളും. ഇവിടെ നമുക്ക് സേവിൻ്റെ ബോക്സ് വരും. ഇവിടെ ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഡാറ്റ വാസ് സേവ്ഡ് എന്നും പറഞ്ഞ് താഴെ എഴുതി കാണിക്കേണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമ്മൾ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തു, കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്തു, ദെൻ അത് രണ്ടും നമ്മൾ അസൈനും ചെയ്ത് കൊടുത്തു. ഇത്രയും ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഒരു ചെറിയൊരു ടോപ്പിക് കൂടിയുണ്ട്. നമ്മൾ ഓൾറെഡി ഒരു പേജിൽ ലോഗിൻ ചെയ്തിരിക്കുമ്പോൾ വേറൊരാൾ അതിലേക്ക് ലോഗിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ലോക്ക് എൻട്രി എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ ദ ഡാറ്റ ഈസ് ലോക്ക്ഡ് ബൈ പൂജ. അതായത് ഞാൻ ഈ ഒരു പേജിലേക്ക് ഓപ്പൺ ചെയ്യാൻ നോക്കിയപ്പോൾ പൂജ എന്ന് പറയുന്ന ആൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പേജ് ലോക്ക് ചെയ്ത് വെച്ചേക്കുക. ഈ ഒരു ഇഷ്യൂ വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഓൾറെഡി ഒരു പേജിൽ നിൽക്കുവാണെങ്കിൽ അവിടേക്ക് വേറൊരാൾ കൂടി ലോഗിൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പേജ് ആക്സസ് ചെയ്യുന്നത് ഞാനല്ലേ. സോ ആ പേജ് ഞാൻ ലോക്ക് ചെയ്ത് വെച്ചേക്കുക. വേറൊരാൾക്ക് ലോഗിൻ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ എന്താണ്, ലോക്ക്ഡ് എന്നും പറഞ്ഞു വരും. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ലോക്ക് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്തിട്ട് ആ പേജിലേക്ക് ലോഗിൻ ചെയ്യാമെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡു യു വാണ്ട് ടു ഡിസ്പ്ലേ ലോക്ക്ഡ് ഡാറ്റ? ലോക്ക്ഡ് ഡാറ്റ നിങ്ങൾക്ക് കാണണമോ? യെസ്, എനിക്ക് കാണണം. ഞാൻ യെസ് കൊടുത്തു. യെസ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ ലോക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ എന്നുള്ളത്, നമുക്കിവിടെ ഒരെണ്ണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, പുതിയതായിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെയാണ് നമുക്ക് ലോക്ക്ഡ് ഡാറ്റ വന്നു കഴിഞ്ഞാലുള്ള ഇഷ്യൂ. അതായത് നമുക്ക് ഓൾറെഡി ഉള്ളത് ഒരെണ്ണം എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതാണ് ലോക്ക് വന്നാൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ലോക്ക് ഡിലീറ്റ് ചെയ്യാം? ഈ ലോക്ക് ഡിലീറ്റ് ചെയ്യാനുമായിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു T കോഡ് ഉണ്ട്. നമ്മൾ തിയറി ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതാ T കോഡ്? /n SM12 ആണ് നമുക്ക് ലോക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള T കോഡ്. ഓക്കെ അല്ലേ? സോ ലോക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, /n SM12 എന്ന് പറയുന്ന ആ ഒരു പേജിലേക്ക് പോകാം. ദെൻ അവിടെ നമുക്കിവിടെ യൂസർ നെയിം തന്നിട്ടുണ്ടാകും. നിങ്ങളുടെ യൂസർ നെയിം അവിടെ വരും. ഞാൻ ആ യൂസർ നെയിം അവിടെ ക്ലിയർ ചെയ്ത് കൊടുത്തു. ക്ലയൻറ്റ് നമ്പർ ഒരിക്കലും ക്ലിയർ ചെയ്ത് കളയരുത്. ഈ യൂസർ നെയിം ഫുൾ ബാക്ക് സ്പേസ് അടിച്ച് നമുക്ക് ഫുൾ ക്ലിയർ ചെയ്ത് കളയാം. എന്നിട്ട് ജസ്റ്റ് എൻ്റർ ക്ലിക്ക് ചെയ്യാം. എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും നമുക്ക് വന്നേക്കുന്ന ലോക്ക്ഡ് ഡാറ്റാസാണ്. ഇതൊക്കെ ഓരോരുത്തരും ഓരോ പേജിൽ ആക്സസ് ചെയ്യുന്നതാണ്. സോ ഞാനിവിടെ ഓരോന്ന് സെലക്ട് ചെയ്ത്, അല്ലെങ്കിൽ സെലക്ട് ഓൾ എന്ന് പറയുന്ന ഈ ഓരോ ഓപ്ഷൻ, അല്ലെങ്കിൽ ഇവിടെയും ഓരോ ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ അല്ലേ? സോ ഞാനവിടെ സെലക്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി മുകളിൽ ഡിലീറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കും ഡിലീറ്റ് ലോക്ക് എൻട്രി. ഡിലീറ്റ് ചെയ്തോട്ടെ. യെസ്, നോ, ക്യാൻസൽ. നമുക്ക് എന്ത് വേണം, ഡിലീറ്റ് ചെയ്യണം അല്ലേ? സോ ഞാനവിടെ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഡാറ്റാസ് എല്ലാം, ഈ ഒരു പേജ് ക്ലോസ് ചെയ്ത് കളയാം. അവിടെയുള്ള ഡാറ്റാസ് എല്ലാം ഡിലീറ്റ് ആയി. ഇനി ഞാൻ ഒന്നുകൂടി മറ്റേ പേജിലേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. /n OX16 പോയപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും.
അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു ലോക്ക്ഡ് ഡാറ്റ എന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, /SM12 പോവുക, യൂസർ നെയിം ക്ലിയർ ചെയ്ത് കളയുക, എൻ്റർ കൊടുക്കുക, അവിടെ വന്നേക്കുന്ന എല്ലാ ലോക്ക് എൻട്രീസും സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ലോക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. സോ നമ്മൾ 2 എറേഴ്സും കൂടി നമ്മൾ ഇന്ന് പഠിച്ചു. ആൻഡ് എൻട്രി എക്സിസ്റ്റ് വിത്ത് ഓൾറെഡി സെയിം കീ എന്ന് പറഞ്ഞ് വന്നാലും ലോക്ക്ഡ് ഡാറ്റ എന്ന് പറഞ്ഞ് വന്നാലും എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിച്ചില്ലേ? ഓക്കെ, സോ ഫസ്റ്റത്തെ മെയിൻ സ്റ്റെപ്സായ കമ്പനി കോഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് നോക്കിയാലോ. അതായത് ബിസിനസ് ഏരിയ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ് ഉണ്ട്. എന്താണ് ഒരു ബിസിനസ് ഏരിയ എന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചതാണോ തിയറി ക്ലാസ്സിൽ? എന്നാൽ ഞാൻ ജസ്റ്റ് പറയാം, നമ്മുടെ കമ്പനിയിലുള്ള ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് ഏരിയ എന്ന് പറയുന്നത്. സോ ഈ ബിസിനസ് ഏരിയാസ് നമുക്ക് എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം? അതിനും വേണ്ടിയിട്ടൊരു ടീ കോഡില്ലേ ഉണ്ട്. എങ്ങനെയാ? OX03. ഓക്കെ, സോ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ടീ കോഡാണ്. നമ്മൾ ഓൾറെഡി ഒരു പേജിലുള്ളത് കൊണ്ട് /n യൂസ് ചെയ്യാം, OX03 ക്ലിക്ക് ചെയ്യാം, എൻ്റർ കൊടുക്കുക. ഓക്കെ, ഇവിടെയാണ് ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന പേജ്. ഇവിടെ ന്യൂ എൻട്രീസ് ഉണ്ട് ഓപ്ഷൻ. പുതിയത് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ന്യൂ എൻട്രീസ് സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കാണാം, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ. ഓക്കെ, സോ ഞാനവിടെ ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ബിസിനസ് ഏരിയാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ പുതിയ കോഡ് കൊടുക്കണം. അതായത് ഞാൻ എൻ്റെ കമ്പനി കോഡ് ഏതാ കൊടുത്തേ? ENT1. സോ ഇനി ഞാൻ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ENT2. ഇത് ഏതിനാ? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്തത് ENT3, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഒരെണ്ണം കൂടി ക്രിയേറ്റ് ചെയ്യാം, ENT5. ഏത് വേണം? HR ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് എൻ്റെ കമ്പനിയിലുള്ളതെങ്കിൽ ജസ്റ്റ് അസ്യൂം ചെയ്യാം. ഇത്രയും നിങ്ങൾക്ക് ഇപ്പോൾ 10-20 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് ഓരോന്ന് താഴേക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓരോ കോഡ്സിലും ഒരു സെയിം കോഡ് തന്നെ കൊടുക്കരുത്. അതുപോലെ തന്നെ ഓൾറെഡി ഒരാൾ യൂസ് ചെയ്തേക്കുന്ന കോഡും കൊടുക്കരുത്. ഞാൻ അവിടെ Ctrl+S കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവിൻ്റെ ബോക്സ് വരും. ജസ്റ്റ് എൻ്റർ കൊടുക്കുക. ഞാൻ അവിടെ ബിസിനസ് ഏരിയയും ക്രിയേറ്റ് ചെയ്തു. സിമ്പിൾ അല്ലേ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ? OX15 വരാം, ന്യൂ എൻട്രീസ് കൊടുക്കുക. ഇവിടെ ഓരോ ബിസിനസ് ഏരിയാസും ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട അറ്റ് ടൈമിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ അല്ലേ? എങ്ങനെയാണ് ബിസിനസ് ഏരിയാസും ക്രിയേറ്റ് ചെയ്യുന്നത്? ഇവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എറർ വന്നാൽ, അതായത് ഇപ്പോൾ ENT3 ഓൾറെഡി എക്സിസ്റ്റ് എന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കോഡ് മാറ്റി കൊടുത്തിട്ട് പുതിയ കോഡ് കൊടുത്താൽ മതി. അത് ഓൾറെഡി വേറെ ആരോ ക്രിയേറ്റ് ചെയ്തത് കൊണ്ടായിരിക്കും ആ ഇഷ്യൂ വന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് ബിസിനസ് ഏരിയയും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ നിങ്ങൾക്കപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാകും, ഈ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്തത് കമ്പനി കോഡായിട്ട് അസൈൻ ചെയ്യേണ്ടതെന്നുള്ളത്. വേണ്ട, കാരണം നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ബിസിനസ് ഏരിയ ഡയറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് പഠിക്കുമ്പോൾ മനസ്സിലാകും. ഓക്കെ അല്ലേ? സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? കമ്പനി ക്രിയേഷൻ, അതിൻ്റെ ടീ കോഡ് OX15. കമ്പനി കോഡ് ക്രിയേഷൻ, അതിൻ്റെ ടീ കോഡ് OX02. ഇത് രണ്ടും നമ്മൾ അസൈൻ ചെയ്യാൻ OX16. ലാസ്റ്റായിട്ട് നമ്മൾ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്യാൻ പഠിച്ചു OX03. അതിനിടയിൽ തന്നെ നമ്മളൊരു ടോപ്പിക് കൂടി പഠിച്ചു. ഏതായിരുന്നു? ലോക്ക് എൻട്രി ഡിലീറ്റ് ചെയ്യാൻ. ഏതായിരുന്നു? /SM12. ഓക്കെ അല്ലേ? ഇത്രയും ടോപ്പിക്സ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. തിയറി ക്ലാസ് ഫസ്റ്റ് കണ്ടതിന് ശേഷം പ്രാക്ടിക്കൽസ് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാകും. ഓക്കെ അല്ലേ? സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.